നിക്കോളാസ് മഡുറോയെ നീക്കം ചെയ്തതിനു പിന്നാലെ വെനിസ്വേലയുടെ ഭരണം ആര് ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. രാജ്യത്തിന്റെ ഭാവി ഭരണ സംവിധാനം രൂപീകരിക്കുന്നതിനായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ഹോംലാൻഡ് സെക്യൂരിറ്റി അഡ്വൈസർ സ്റ്റീഫൻ മില്ലർ, ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘം പ്രവർത്തിച്ചുവരികയാണെന്ന് യുഎസ് വൃത്തങ്ങൾ അറിയിച്ചു. വെനിസ്വേലയുടെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കാൻ ആവശ്യമെങ്കിൽ സൈന്യത്തെ ഇറക്കാൻ തയ്യാറാണെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇതിന്റെ ആവശ്യം വരില്ലെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഡുറോയെ നീക്കം ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ വിശ്വസ്തയും നിലവിലെ വൈസ് പ്രസിഡന്റുമായ ഡെൽസി റോഡ്രിഗസിനെ ഉപയോഗിച്ച് വെനിസ്വേലയുടെ ഭരണം മുന്നോട്ടു കൊണ്ടുപോകാനാണ് ട്രംപിന്റെ തീരുമാനം. ഡെൽസി റോഡ്രിഗസ് അമേരിക്കയുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും വെനിസ്വേലയെ വീണ്ടും മികച്ചതാക്കാൻ അവർ സഹായിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവും പ്രതിപക്ഷ നേതാവുമായ മരിയ കൊറീന മച്ചാഡോ തഴഞ്ഞുകൊണ്ടാണ് ട്രംപ് പഴയ ഭരണകൂടത്തിലെ ഡെൽസിയെ പിന്തുണയ്ക്കുന്നത്. മക്കാഡോയ്ക്ക് വെനിസ്വേലയിൽ മതിയായ ജനപിന്തുണയില്ലെന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായി അമേരിക്കയുടെ നടപടിയെ ഡെൽസി റോഡ്രിഗസ് ശക്തമായി വിമർശിച്ചു. മഡുറോയെ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട അവർ ഇനിയൊരിക്കലും വെനിസ്വേല മറ്റൊരു സാമ്രാജ്യത്തിന് കീഴടങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചു.